നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമോടൊത്ത് നിങ്ങൾക്കൊരു റീയൂണിയൻ സാധ്യമാകുമോ എന്നും അവരും നിങ്ങളും തമ്മിലുള്ളൊരു ഫ്യൂച്ചറുമാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇത് റെസനേറ്റ് ആകുന്നുവെന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ആ സമയം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ നമ്മൾ റീഡിങ്സുകളുടെ ഒരു മെത്തേഡെന്ന് പറയുന്നത് ഇത് ഒരു മാനിഫെസ്റ്റേഷൻ റീഡിങ്സ് കൂടിയാണെന്ന് മനസ്സിലാക്കുക. വിശ്വാസത്തോടും സമർപ്പണബോധത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ പോസിറ്റീവാകുന്ന എനർജിയോട് കൂടി നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന നെഗറ്റീവാകുന്ന തോട്ട്സുകൾ, നെഗറ്റീവാകുന്ന എനർജികളെ ഇതിനെല്ലാം ഹീലാക്കി കളയുകയും ചെയ്യുന്നതാണെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്കിത് പോസിബിളായിട്ട് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോയിക്കോളൂ. ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തതാവുന്ന കാര്യങ്ങളെ ഒരിക്കലും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ സാധ്യമാകുമോ എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ നിങ്ങൾക്ക് തമ്മിലുള്ളൊരു ഫ്യൂച്ചർ കൂടി നോക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയായിരിക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് വാൻഡ്സ് ആണ് കേട്ടോ. വളരെയധികം ശക്തമാകുന്ന, വളരെയധികം ഉറപ്പോടുകൂടിയ നല്ലൊരു ബേസിക്, നല്ലൊരു ദൃഢതയുള്ള ഒരു റീയൂണിയൻ ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളെ അവർ മനസ്സിലാക്കുകയും അവരുടെ തെറ്റുകളെ തിരുത്തുകയും അവർക്ക് വളരെയധികം ഒരു വിവേകത്തോടു കൂടിയും അതല്ലെങ്കിൽ അവരവരുടേതായ ആ ഒരു തെറ്റിനെ പൂർണ്ണമായും തിരുത്തുക എന്നൊരു എനർജിയോടുകൂടി പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കി എടുക്കുക എന്ന എനർജിയോടു കൂടിയുമായിരിക്കും ആ പേഴ്സണും നിങ്ങളും തമ്മിൽ തീർച്ചയായിട്ടും റീയൂണിയൻ സാധ്യമാകുന്നത്. ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു സമയത്തായിരിക്കാം നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എത്രയും പെട്ടെന്ന്, അതായത് വളരെയധികം ശക്തമാകുന്ന രീതിയിൽ, അതായത് അവരുടേതായ ജീവിതത്തിൽ നിങ്ങളും അവരും തമ്മിൽ ഒരു സെപ്പറേഷൻ പീരീഡിലായിരുന്നത് കൊണ്ടാണല്ലോ നമുക്കൊരു റീയൂണിയൻ ഇവിടെ വരുന്നത്. ആ ഒരു കാര്യത്തിന്, അതായത് നിങ്ങളും അവരും തമ്മിലുണ്ടായ ആ ഒരു ചെറിയ അകൽച്ചയുടെ എല്ലാ തെറ്റുകളെയും പൂർണ്ണമായും തിരുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. അത് വളരെയധികം ഉറപ്പുള്ള ഒരു ബന്ധം, ഒരു കെട്ടുറപ്പുള്ള ഒരു ബന്ധമാണ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ ദൃഢതയോടു കൂടിയുമായി മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ശരിക്കും അവർ നിങ്ങളെ വിട്ടുപോയി എങ്കിൽ തന്നെ നിങ്ങളും അവരും തമ്മിലൊരു ബന്ധമില്ലാതെ നിന്നാലും നിങ്ങളെ അവർ മറ്റുള്ളവരിലൂടെ ഫോക്കസിങ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളും അവരും തമ്മിൽ ഒരു സെപ്പറേഷൻ ആയിരുന്നെങ്കിൽ തന്നെ നിങ്ങളെ അവർ ശരിക്കും വാച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ മുഖം തിരിച്ച് നിന്ന മറ്റു സിറ്റുവേഷൻസ്, വേറൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്കൊക്കെ ആയിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ പോയതെങ്കിലും അവർ പൂർണ്ണമായും നിങ്ങളെ വാച്ചിങ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെയായിരുന്നു സ്റ്റക്കായി നിന്നിരുന്നത്. നിങ്ങളിൽ നിന്നും അവരുടെ ഫേസ് ഒരിക്കലും മാറ്റിയിരുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളോട് അവർക്ക് അത്രത്തോളം ഒരു ആഴമുണ്ടായിരുന്നു. അവരുടെ ആ ഒരു കണക്ഷൻസിന്, സോളുകൾക്ക് വളരെയധികം ഒരു ശക്തമായ ഒരു കണക്ഷൻസ് ഉണ്ടായിരുന്നു. വളരെ ബോണ്ടുള്ള, അതുപോലെ തന്നെ ഒരു പ്രഷ്യസ് ആയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത്. ഒന്നെങ്കിൽ ദൈവികമാകുന്ന എന്ന് പറയാം, അതല്ലെങ്കിൽ ഒരു മുജ്ജന്മ ബന്ധമെന്ന് പറയാം. നിങ്ങൾക്ക് തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഓർമ്മകളെ നിങ്ങൾക്ക് മാറ്റിക്കളയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ തന്നെ കണക്റ്റഡ് ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ.
വളരെ ശക്തമാകുന്ന ഒരു സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവരോടൊപ്പം വരാൻ പോകുന്നത്. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങളും വരുത്താൻ പറ്റും. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇമോഷണലിയും ഡൗൺ ആയിപ്പോയി, ഫിനാൻഷ്യലിയും കരിയർ പരമായിട്ട് നിങ്ങൾ എല്ലാ മേഖലകളിലും പൂർണ്ണമായി സ്റ്റക്കായിട്ട് നിന്നുവെങ്കിൽ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരിക, ഇവരുടെ ഒരു പ്രസൻസ് തന്നെ ലഭിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഒരു എനർജി ലഭിക്കുന്ന പോലെയാണ് കേട്ടോ നമുക്ക് കാണുന്നത്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് ലഭിച്ചാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ചിങ്, ഒരു മാറ്റം, ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു എനർജി. ജസ്റ്റ് അവരെ ഒരു നോട്ടത്തിലാണെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് ചേഞ്ചിങ് വരും. എന്താണേലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് റീയൂണിയൻ സംഭവിക്കുമെന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാകുമെന്നും വളരെയധികം നിങ്ങൾ എന്തായാലും ഒരു മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത്, അതായത് ഒരു മാജിക്ക് പോലെയാണ് ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ. ചിലപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് കടന്നു വന്നതുപോലും വളരെ ശക്തമായൊരു മാജിക്ക് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതും ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു സൗഹൃദമായാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയതും എല്ലാം വളരെയധികം ഒരു ബോണ്ടോട് കൂടിയുമായിരുന്നു. കൂടാതെ തന്നെ ഒരു മാജിക്ക് പോലെയാണ് ഈ ഒരു ബന്ധത്തിൻ്റെ കിടപ്പ്. ചില സമയത്ത് പൂർണ്ണമായും ലെറ്റ് ഗോ ചെയ്തു പോകുന്നു, ചില സമയത്ത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നു, ചില സമയത്ത് നിങ്ങളിലേക്ക് പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്യുന്നു. അതുപോലെ ശക്തമായിട്ട് നിങ്ങളെ വിട്ടുപോകുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ചില ടൈമുകളിൽ നിങ്ങളെ കുരങ്ങ് കളിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനും സാധിക്കും ഈ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു കിടപ്പ് നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ. അതുപോലെ തന്നെ 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. മദ്യമറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതായത് ഒരുമിച്ച് ചേരുന്നു, നിങ്ങളോടൊപ്പം പലരും വലിയ സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാകുന്നു. നിങ്ങൾ ഈ ഒരു ബന്ധം പൂർണ്ണമായും ഡെത്തായി എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം, ഇനി ഈ ഒരു ബന്ധത്തിനകത്ത് ഒന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ വളരെയധികം ഒരു ചില സമയങ്ങളിലൊക്കെ എന്തൊക്കെയോ ഒരു റോങ് ആയ ഒരു എനർജി, ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ ഇതിനകത്ത് ശക്തമായിട്ട് നിങ്ങൾ അനുഭവിച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എത്രത്തോളം ഇതിന് ഫോക്കസിങ് ചെയ്താലും വളരെ കറക്റ്റായ രീതിയിലേക്ക് ഇതിനെ നയിക്കാൻ നോക്കിയാലും ഒക്കെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ തോറ്റുപോകുന്ന ഒരു എനർജി. നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും ആ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്ത് നിൽക്കാനോ ചേർത്ത് നിർത്താനോ പറ്റാതെ നിങ്ങൾ പരാജയപ്പെട്ടു പൊയ്ക്കൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇതിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ദുഃഖവും നിരാശയും മാത്രമാണ് ഈ ഒരു ബന്ധത്തിൽ നിന്നും ലഭിച്ചിരുന്നുള്ളൂ എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് ഒരിക്കലും ഇല്ല. ഇത് പൂർണ്ണമായി നിലച്ചു പോയി, ഇല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഒരിക്കലും ആഴത്തിൽ കാണുന്നില്ല. ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് യാതൊരു രീതിയിലുമുള്ള ഒരു സ്നേഹമോ ദയയോ കമ്മിറ്റ്മെൻറ്റോ ഒന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് റീയൂണിയൻ സാധ്യമാകുന്നത്. ഏകദേശം നിങ്ങൾ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിലേക്കോ നിങ്ങളുടെ ഹാപ്പിനെസ്സിലേക്കോ ഒക്കെ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്തായിരിക്കും ഈ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സെൽഫ് ലവ് എപ്പോൾ ചെയ്യുന്നോ അപ്പം നമ്മളിലേക്ക് റീയൂണിയൻ സാധ്യമായിട്ട് വരും. അവരെക്കുറിച്ച് ചിന്തിച്ച് വേദനിച്ച് നിൽക്കുമ്പം നമ്മുടെ എനർജി എന്ന് പറയുന്നത് അവരിലേക്ക് ചെല്ലുന്നത് ഒരു നെഗറ്റീവ് ആകുന്ന എനർജി ആയിരിക്കും. അതെപ്പോഴും നമ്മൾക്ക് എന്ത് സംഭവിക്കും, നമുക്കൊരു സക്സസ്സോ വിജയമോ ലഭിക്കില്ല എന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു സെപ്പറേഷൻ പീരീഡിനിടയിൽ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പേരൻസിൻ്റെയോ അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പമോ അവരോടൊപ്പമോ വർക്ക് ചെയ്യുന്ന സൗഹൃദങ്ങളുടെയോ കൈകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. വളരെ ശക്തമായിട്ട് നമുക്കിതിനകത്ത് അങ്ങനെ 2 എനർജികൾ വരുന്നുണ്ട്. സൗഹൃദങ്ങൾ, നിങ്ങളുമായിട്ടോ അവരുമായിട്ടോ ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിന്ന വ്യക്തികൾ തെറ്റായ ചില ഗൈഡൻസുകൾ നിങ്ങളുടെ പേഴ്സണ് നൽകിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാറിപ്പോകേണ്ടി അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നതായിട്ട് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിരപരാധിയായ ഒരു പേഴ്സൺ ആയിരിക്കാം, നിഷ്കളങ്കമാകുന്ന, ആര് പറയുമ്പോഴും അതിനെയും കൂടി വിശ്വസിക്കുന്ന ഒരു എനർജിയോട് കൂടിയ വ്യക്തി ആയിരിക്കാം. അതുതന്നെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷൻ പീരീഡിന് കാരണമായത്. എന്തായാലും ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് ശക്തമാകുന്ന രീതിയിൽ വളരെയധികം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലും നിങ്ങൾക്ക് അവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ശരിക്കും യഥാർത്ഥമായി നല്ലൊരു പാർട്ട്ണർഷിപ്പിലേക്ക്, ഒരു
ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്ക്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾക്കൊരു പുതിയ ജീവിതം, സന്തോഷം, സമാധാനം നിങ്ങളിലേക്ക് ആ വ്യക്തിയും പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്യും. ആ വ്യക്തിയെ നിങ്ങൾക്കും പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഇമോഷൻസോട് കൂടി തന്നെയുള്ളൊരു റീയൂണിയനാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതായത് 6 ഓഫ് കപ്സ് ആണ്. പാസ്റ്റിലെ ആ ഒരു എനർജി നിങ്ങൾക്ക് വീണ്ടും അനുഭവിക്കാം. നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ കണക്റ്റഡ് ആയിരുന്ന സമയത്തെ ആ ഒരു എനർജി നിങ്ങൾക്ക് വീണ്ടും അനുഭവിക്കാനുള്ള സമയവും കാലവും ഉണ്ടെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് മുമ്പിൽ പല ചോയ്സും ഇവർ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്ന സമയത്ത് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ അതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് പെട്ടെന്നുണ്ടായ ഈ ഒരു ഷോക്ക്, ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി എന്നുള്ള ഒരു ഷോക്ക് നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഓപ്പർച്യൂണിറ്റീസിനെ ഒന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു പേഴ്സണെ നിങ്ങൾ പ്രതീക്ഷിച്ചു, വെയിറ്റിംഗ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം കേട്ടോ. ഒറ്റപ്പെടുത്തലുകൾ, സ്റ്റക്നെസ്, മനസ്സിൻ്റെ താളം തെറ്റിയപ്പോഴൊക്കെ നിങ്ങൾക്കുടെ സക്സസ്സിലെല്ലാം നിങ്ങൾക്ക് സ്റ്റക്നെസ് അനുഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങളെ മറ്റെല്ലാവരും കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. എന്താണേലും ആ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹീലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമാകുന്ന ഒരു സൺറൈസിങ്, ഹാപ്പിനെസ്, അബണ്ടൻസ് ഒക്കെയാണ്. ഒരു എന്താ പറയുക, ഒരു ലക്കി ഗേൾ അല്ലെങ്കിൽ ലക്കി ബോയ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ലക്ഷറി ലൈഫ്, മറ്റുള്ളവർക്ക് അസൂയയോട് കൂടി കാണാൻ പാകത്തിനുള്ള വളരെ ശക്തമാകുന്ന ഒരു ബന്ധമാണ് നിങ്ങൾക്ക് ഈ റീയൂണിയനിലൂടെ ലഭിക്കാൻ പോകുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഇനി കണക്റ്റഡ് ആവുന്ന ഒരുപാട് എക്സ്പീരിയൻസ് നേടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളാണ് ഈ റീയൂണിയനോട് കൂടി സംഭവിക്കാൻ പോകുന്നത്. പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ശക്തമായിട്ടും നിങ്ങൾ പ്രതികരിച്ച് നിന്നൊരു പേഴ്സണാണ്. നിങ്ങളുടെ ഇമോഷൻസിന് ഒരിടത്തും നിങ്ങൾ അടിയറ വയ്ക്കാതെ നിങ്ങൾ വളരെ ശക്തമായിട്ടും പ്രതികരിച്ച് നിന്നു എന്നാണ് കാണുന്നത്. മെച്യൂരിറ്റിയോടുകൂടി തന്നെ നിങ്ങൾ കാര്യങ്ങളെ കണ്ടു, ക്ഷമയോടുകൂടി തന്നെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു സമയം, ഈ ഒരു ടൈം പീരീഡ് കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബ്ലെസ്സിങ്സ് വരുമെന്നറിയാം. പല സാഹചര്യങ്ങളും പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്ത് വെച്ചു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ടായിരുന്ന ഒരു പേഴ്സണാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെയും ചാൻസ് ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ഒന്നിലും ഫോക്കസിങ് ആയില്ല. നിങ്ങൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കണ്ടത് നിങ്ങളുടെ പേഴ്സണെ തന്നെയാണ്. ആ ഒരു വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തുചേരുന്നു. ചിലപ്പോൾ ചില വ്യക്തികളുടെ ഗൈഡൻസ്, സപ്പോർട്ട്, അതല്ലെങ്കിൽ ചില രീതിയിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു നിങ്ങളെക്കാളും ഒരു മെച്യൂരിറ്റിയോട് കൂടിയ, നിങ്ങളെക്കാളും ഒരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളുടെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധത്തിന് ഒരു ദൃഢത, ഇതൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ റീയൂണിയൻ സാധ്യമാകുന്നത്. ദ വേൾഡ് കാർഡാണ്. ഒന്നെങ്കിൽ ഇതിനകത്ത് വിദേശത്തൊക്കെ താമസിക്കുന്ന ആളുകളുടെ എനർജി വരുന്നുണ്ട് കേട്ടോ. ഒരു വിദേശവാസമൊക്കെ നടത്തി അങ്ങനെയൊക്കെ ഒരു സെപ്പറേഷൻ പീരീഡിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോയതെങ്കിൽ, അതായത് ഒരു ബ്ലെസ്സിങ്സിലേക്ക് പോയ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഒരു വിദേശത്തേക്ക് നല്ലൊരു ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ ദൂരെയാണെങ്കിലും ജോലി സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളിൽ നിന്ന് ഒന്ന് അകന്നു മാറി നിന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ്സോടു കൂടി തന്നെയാണ് കടന്നു വരുന്നത്. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ അനുഭവിച്ച ചീറ്റിങ്, ഒറ്റപ്പെടൽ, ഇതിനെല്ലാം നിങ്ങൾ ഹീലാക്കി കളയുക. ആത്മവിശ്വാസത്തോടു കൂടിയും പ്രതീക്ഷയോടു കൂടിയും നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്റ്റ് ആവുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു രീതികളെ നിങ്ങൾ ചേഞ്ച് ആക്കുക, മാറ്റി പിടിക്കുക കേട്ടോ. അതായത് നല്ല സ്ട്രോങ് ആയ, നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായ കാര്യങ്ങളുണ്ടാവാം. നിങ്ങളിലൂടെ പല വ്യക്തികൾക്കും സപ്പോർട്ടും കാര്യങ്ങളും നേടാനുണ്ടാവാം. അപ്പോൾ അതിലൊക്കെ നിങ്ങളൊന്ന് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എത്രത്തോളം മാറ്റം വരുത്തുന്നു, എത്രത്തോളം എനർജിയോട് കൂടി
നല്ല എനർജിയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങൾക്കിടയിൽ റിയൂണിയൻ സാധ്യമാകും. സിംഗിളായിട്ടുള്ള പേഴ്സണൊക്കെ നമുക്കിവിടെ ഒരു വിവാഹ യോഗത്തെയാണ് കാണുന്നത്. അല്ലാത്തവർക്ക് നല്ലൊരു ഗൈഡൻസോടുകൂടി ഒരു മധ്യസ്ഥതയോടുകൂടി നിങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങൾക്കൊരു മധ്യസ്ഥത നൽകുന്നത്. അതിലൂടെ നിങ്ങളൊരു മതപരമായ ഒരു പുരോഹിതൻ്റേതാവാം, അതല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പേഴ്സൻ്റേതാവാം. നല്ലൊരു ഗൈഡൻസോടുകൂടി നിങ്ങളുടെ ബന്ധം വളരെയധികം ദൃഢതമാക്കുന്നു. അല്ലെങ്കിൽ അതിന് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാകത്തിന് നിങ്ങൾ ചില കാര്യങ്ങൾ, അതായത് ചീറ്റിംഗ് എനർജീനെയൊക്കെ നിങ്ങളൊന്ന് ഹീലാക്കുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എംപററാണ് കേട്ടോ, വളരെ നല്ല കൺട്രോളിങ്ങോട് കൂടി, അതായത് ജസ്റ്റിസാണ്, നീതിയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ഒരു എന്താ പറയുക മാറ്റം, ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ട്രക്ചർ, നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി. നിങ്ങളുടെ സ്വപ്നം അത് റിയാലിറ്റി ആകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം ഇനി നിങ്ങൾക്ക് റിയാലിറ്റിയാണ്, നിങ്ങളുടെ ലൈഫിലൂടെ അത് കടന്നു വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഒരു സ്റ്റക്കായ എനർജി, അതായത് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ തന്നെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് മാറി നിങ്ങൾക്കും ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. കാരണം കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ, ഒന്ന് നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചാൽ, ഒന്ന് പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ നിങ്ങളും നിങ്ങളിലെ തെറ്റുകളെയും അവരിലെ തെറ്റുകളെയും ഒന്ന് ഹീലാക്കി കളഞ്ഞാൽ കാലം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് സിറ്റുവേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ ഫോക്കസിങ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൺ വരിക എന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണലിയും നിങ്ങൾ വളരെയധികം ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെയും ആ പേഴ്സൺ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നു. അവർ മറ്റൊരു സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും അവരവിടെയല്ല, അവരുടെ മനസ്സ് നിങ്ങളിൽ തന്നെയാണെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരും. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ചാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ദ ലവേഴ്സാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങൾ അവരുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ആൾ തന്നെയാണ്. നിങ്ങളാണ് ശരിക്കും ആ ഒരു സോൾ കണക്ഷൻസ് ഉള്ളത്. നിങ്ങൾ തമ്മിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ആൻഡ് സോൾ കണക്ഷൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ, നിങ്ങൾക്കും ആ ഒരു പേഴ്സണും തമ്മിൽ കണക്റ്റഡായി നിൽക്കുക എന്നത് വളരെയധികം ഒരു പോസിറ്റീവായ ഒരു ലൈഫ് സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്കും വളർച്ചയുണ്ടാകും, നിങ്ങളുടെ പേഴ്സണും വളർച്ചയുണ്ടാകും. നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി. നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കിക്കഴിയുമ്പോൾ കുറച്ചൊരു ഡിലേ ആണ് കേട്ടോ കാണുന്നത്. പാസ്റ്റിലേക്കുള്ള കാര്യങ്ങളിലേക്ക്, അതായത് പഴയ രീതിയിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നത് കുറച്ച് താമസമുണ്ടെങ്കിലും അത് ഏറ്റവും നല്ല രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങളിൽ തന്നെ ഫോക്കസിങ് ചെയ്യുമെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളൊരു സെൽഫ് ലവ് പ്രാധാന്യമൊക്കെ കൊടുക്കും. അത് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിന്, ജീവിത രീതിക്ക് ഒരു നല്ല മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ ഹാർട്ട് ബ്രോക്കൺ മാറും കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാകുന്നു. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ, ഒറ്റപ്പെടൽ, വളരെയധികം സ്റ്റക്നെസ് ആകുന്ന ഒരു എനർജിയിൽ നിന്നും മതിമറന്ന ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് മാറും. ഒരു നല്ല ഗുഡ് എനർജി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായ ചില ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള ആ ഒരു ബന്ധത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെയധികം നല്ല ശക്തമാകുന്ന ഒരു ബന്ധമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എവിടെയോ പെട്ടുപോയൊരു എനർജിയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ. ശരിക്കും ഭയവും അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ. അതുപോലെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ, മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകാൻ പറ്റാതെ ഈ ഒരു പേഴ്സണിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു പ്രയോറിറ്റിയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും എല്ലാം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബൗണ്ടറി ഉണ്ടാകും. കാരണം മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാത്ത വിധം
കാരണം വളരെയധികം പ്രതീക്ഷയോട് കൂടിയ നല്ല ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചിന്തിച്ചും ആലോചിച്ചും നല്ല രീതിയിൽ ഇമോഷൻസോട് കൂടി കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഏറ്റവും നല്ല പാർട്ട്ണറായിട്ട് തന്നെ, അതായത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്. തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിലും കടന്നു വരാൻ ചാൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെ അതിജീവിച്ച് തന്നെ കടന്നു പോകുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം വേറെയും ചോയ്സുകൾ ഫ്യൂച്ചറിലേക്കും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾക്ക് ആ ഒരു ബന്ധനത്തെ എല്ലാം മറികടന്ന് നല്ല ഇമോഷൻസോട് കൂടിയും സത്യസന്ധതയോട് കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും ഫ്യൂച്ചറിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ അതിനെയെല്ലാം നിങ്ങൾ ഒരുമിച്ചാണ് അതിജീവിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന പൊരുതുന്ന എല്ലാ കാര്യവും ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരുമിച്ച് പൊരുതി നേടിപ്പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കിട്ടിയിരിക്കുന്നത്. ഇത് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഫ്യൂച്ചറിനെ നമുക്ക് മാറ്റി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡൻസ് ആണ്. ആ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കത് ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാവുന്ന, അല്ലെങ്കിൽ തിരുത്തി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നന്മ നേരുന്നു.